എല്ലാവർക്കും സുഖല്ലേ? ഇത് ഞങ്ങളുടെ ഒരു കുഞ്ഞു വണ്ടി ടൂർ വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ തൃശ്ശൂർ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ആൾക്കാരൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ പാലക്കാട് എൻ്റെ നാട്ടിലേക്ക് ഒരു വണ്ടി ട്രിപ്പ് വന്നിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സ്ഥലമൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ എവിടെയാണെന്നുള്ളത്. അതെ, നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളൊരു സ്ഥലമാണ് വരിക്കാശ്ശേരി മന എന്ന് പറയുന്നത്. എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു കേട്ടോ ഇങ്ങോട്ടൊക്കെ വരുന്നത്. എൻ്റെ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ വരിക്കാശ്ശേരി മനയ്ക്കൊക്കെ. എന്നാലും എനിക്ക് ഇതുവരെ അങ്ങോട്ടൊന്നും പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ സാധിച്ചു. ഐ ആം സോ ഹാപ്പി. അയ്യോ, ഈ ഒരു സ്ഥലമൊക്കെ ഇങ്ങോട്ട് കാണുമ്പോണ്ടല്ലോ നമ്മുടെ ലാലേട്ടൻ ഇവിടെ എവിടേക്കോ ഉണ്ട് എന്നുള്ളൊരു ഫീലാണ് കേട്ടോ. എന്തായാലും ഞാൻ ആ ഒരു ഏരിയ ഫുൾ കറങ്ങി ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ആശുട്ടിയാണെങ്കിൽ ഫുൾ ഓടിച്ചാടി കളിയായിരുന്നു. പക്ഷേ എൻ്റെ അടുത്തുനിന്ന് മാറിയിട്ടുള്ള ഒരു കളി അവൾക്കില്ല. അതുകൊണ്ട് എൻ്റെ ഒരു സിംഗിൾ ഫോട്ടോ പോലും എടുക്കാനായിട്ട് അവൾ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവൾ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു എല്ലായിടത്തും. ഈ തള്ളക്കോഴികളിലൊക്കെ പിന്നാലെ കുട്ടികൾ നടക്കാറില്ല, അതേപോലെ ഇരുന്നു ആശുട്ടി എൻ്റെ പിന്നാലെ. അപ്പം ഞാൻ എന്ത് ചെയ്യുക, മനയിലത്തെ എല്ലാ സ്ഥലവും മുക്കും മൂലയും അരിച്ച് പെറുക്കി ഇനി ഒരു സ്ഥലം പോലും ബാക്കിയില്ല. ഇതേ കിണർ വരെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അത്രയ്ക്ക് മനോഹരമാണ് അതിൻ്റെ ഉള്ളിൽ കാണാൻ. അത്രയ്ക്ക് നല്ല കാഴ്ചകളാണ് കേട്ടോ. വല്ലാത്തൊരു ഫീലാണ്. അതിൻ്റെ കൂടെ മഴയും കൂടി പെയ്തപ്പോൾ സൂപ്പറായി. ഒരു നല്ലൊരു മഴ. അതെ, ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും നല്ലൊരു മഴ പെയ്തു. മഴ പെയ്തപ്പോൾ പിന്നെ ആകെ ചളി വിളിയായി കേട്ടോ. എന്നാലും അതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ഉണ്ടല്ലോ, ആഹാ അന്തസ്സായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ വരിക്കാശ്ശേരിയോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ കോട്ട മൈതാനത്തിലേക്ക് വന്നു, നമ്മുടെ ടിപ്പു സുൽത്താൻ കോട്ട. അപ്പോൾ പാലക്കാട് കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് കേട്ടോ ടിപ്പു സുൽത്താൻ കോട്ട എന്ന് പറയുന്നത്. അടിപൊളി സീനറിയാണ് കേട്ടോ. നല്ല പച്ചപ്പും അതുപോലെ തന്നെ കുറേ മരങ്ങളൊക്കെ ആയിട്ട് അവിടെ കാണാൻ സൂപ്പറായിരുന്നു. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ കോട്ട മൈതാനത്ത് എത്തിയപ്പോൾ മഴയൊക്കെ മാറി നട്ടപ്പുറ വെയിലായിരുന്നു. പിന്നെ വെയിൽ കൊള്ളാതിരിക്കാൻ തുപ്പി വയ്ക്കേണ്ട അവസ്ഥയായി. അങ്ങനെ നമ്മുടെ കോട്ടയുടെ ഉള്ളിൽ കൂടെ നടന്ന ഒരുപാട് വീഡിയോസും ഒരുപാട് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടോ. കാരണം അത്രയും നല്ല സീനറി ആയിരുന്നു, അത്രയും നല്ല ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു, നല്ല ഭംഗിയായിരുന്നു കേട്ടോ അവിടെ കാണാനായിട്ട്. എന്തായാലും മഴയില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റിയിട്ടോ. കുറച്ച് വെയിലായാലും നമുക്കത് സഹിക്കാം, പക്ഷെ മഴയാകുമ്പോൾ നമുക്ക് കുട ചൂടി സ്ഥലങ്ങളൊക്കെ കാണാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ആശുട്ടിയാണെങ്കിൽ അമ്മയുടെ ഫോട്ടോ എടുക്കലായിരുന്നു അവളുടെ മെയിൻ ജോലി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ടിപ്പു സുൽത്താൻ കോട്ടയിൽ നിന്ന് നേരെ മലമ്പുഴയ്ക്ക് പോയി. മലമ്പുഴ ഇല്ലാതെ ഞങ്ങൾ പാലക്കാട്ടുകാർക്ക് എന്താഘോഷം അല്ലേ. മെയിൻ സ്ഥലം നമ്മുടെ മലമ്പുഴയാണ്. മലമ്പുഴ യക്ഷി, മലമ്പുഴ റോപ്പ് വേ, ഡാം, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ മലമ്പുഴയ്ക്ക് വന്നു. നമ്മുടെ ഡാമൊന്നും തുറന്നിട്ടൊന്നും ഇല്ല കേട്ടോ. റോപ്പ് വേ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു ആഗ്രഹം തോന്നിയിട്ടോ റോപ്പ് വേയിൽ കയറണമെന്ന്. അതുപോലെ തന്നെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ ബോട്ടിങ്ങിലൊന്നും കയറിയില്ല. അങ്ങനെ ഞങ്ങൾ മലമ്പുഴയത്തെ നമ്മുടെ തൂക്കുവാലുണ്ടല്ലോ, തൂക്കുവാലത്തിൻ്റെ മുകളിൽ കൂടെ ഒക്കെ പോയി. ആശുട്ടിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു വെള്ളത്തേക്കൊക്കെ. പക്ഷെ അവൾക്ക് ഒരു പേടിയില്ല കേട്ടോ. പേടി മൊത്തം എനിക്കായിരുന്നു. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ റോപ്പ് വേയിൽ കയറാൻ പോയി കേട്ടോ. അങ്ങനെ റോപ്പ് വേയിൽ കയറി. ഞാൻ ആദ്യമായിട്ടാണ് റോപ്പ് വേയിൽ കയറുന്നത്. അത് കാരണം തന്നെ നല്ല പേടിയായിരുന്നു കേട്ടോ. ഞാനതിൻ്റെ സേഫ്റ്റിനെ കുറിച്ചിട്ട് തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവമേ ഇതെങ്ങാനും പൊട്ടുപോലൊക്കെ. പക്ഷേ ഒരിക്കലും പൊട്ടില്ല എന്നൊക്കെ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആശുട്ടി നല്ലതായിട്ട് എൻജോയ് ചെയ്തു. അവൾക്ക് ഒരു പേടി ഉണ്ടായിരുന്നില്ല. ചേട്ടനാണെങ്കിൽ എന്നെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇപ്പം പൊട്ടും എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഒരു വട്ടം പോയപ്പോൾ എനിക്ക് തോന്നിയിട്ട് ഒന്നും കൂടി പോയേ കൊള്ളാമെന്ന്. കാരണം അതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ നല്ല വ്യൂ ആണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ. ചോട്ടിലേക്ക് കാണാനായിട്ട് വെള്ളവും മരങ്ങളും എല്ലാം കാണാനായിട്ട് നല്ല രസമാണ്. നമുക്ക് അങ്ങനെ ഇങ്ങനൊരു അവസരം നമുക്ക് റോപ്പ് വേയിൽ തന്നെ കിട്ടുള്ളൂ കേട്ടോ. നല്ലൊരു വ്യൂ ആണ്. അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് നമ്മുടെ കൽപ്പാത്തിയിലേക്കാണ് കേട്ടോ. നമ്മുടെ കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന സ്ഥലത്തേക്ക്. അവിടെ നിന്ന് ഞങ്ങൾ വീഡിയോസ് ഒന്നും അധികം എടുത്തില്ല, കുറച്ച് ഫോട്ടോസ് മാത്രമേ എടുത്തുള്ളൂ. ഇതാണ് കേട്ടോ നമ്മുടെ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ രഥം എന്ന് പറയുന്നത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടോ. നല്ലൊരു അടിപൊളി ടൂറായിരുന്നു. ഇത്രയും എൻജോയ് ചെയ്ത് ഞാൻ ഇതുവരെ ടൂർ പോയിട്ടില്ല കേട്ടോ. അത്ര സൂപ്പർ ടൂറായിരുന്നു. എന്തായാലും ഞങ്ങളൊക്കെ ഹാപ്പിയായി. അപ്പോൾ നിങ്ങളും ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റ ബൈ ബൈ.